ഡെഡ്പൂൾ vs വൂൾവറിൻ എ പ്യൂർ ട്രീറ്റ് ഫോർ ദ ഫാൻസ്. എന്റെ മോനെ കിടിലം പടം എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ പടം. എനിക്ക് ഭയങ്കര ഇതിൽ ഇഷ്ടപ്പെട്ടു. ഈ ഒരു മൂവിയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്തു ആ ഒരു മൂവി എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഈ ഒരു മൂവിയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം അമ്മാതിരി ലെവലായിരുന്നു. ഈ ഒരു മൂവി എന്ന് പറയുന്ന ആ ഒരു മാർവൽ ക്യാരക്ടേഴ്സിനോ അല്ലെങ്കിൽ മാർവൽ ഫാൻസിനോ വേണ്ടി മാത്രമല്ല, ആ ഒരു ഫോക്സ് സ്റ്റുഡിയോസും അവരുടെ ക്യാരക്ടേഴ്സും ഇപ്പൊ എക്സ്മാൻ ആയാലും വൂൾവറിനായാലും അല്ലെങ്കിൽ നമ്മൾ പണ്ട് തൊട്ട് കണ്ടു വളർന്ന ഒരുപാട് കിടിലം ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് കിടിലം മൂവീസ് ഉണ്ട്, ഒരുപാട് കിടിലം കൊമിക്സ് ഉണ്ട്. സോ അങ്ങനത്തെ ഉള്ള മൂവീസിന്റെയും ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഫാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പക്കാ ട്രിബ്യൂട്ടാണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത്. ആ ഒരു 2.5 മണിക്കൂർ തിയേറ്ററിൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം. അമ്മാതിരി ലെവൽ ഐറ്റമാണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത്. അങ്ങനെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് 2 കിടിലം ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ 2 ലെജൻഡറി ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സിന് ഒരുമിച്ചൊരു മൂവിയിൽ കൊണ്ടുവരുമ്പോൾ അതിന്റെ പ്രസന്റേഷൻ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ചെയ്യാൻ പോരുത്. കാരണം അത്ര കിടിലായിട്ടാണ് ഇവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു മൂവിയുടെ സ്റ്റോറി ആയാലും അല്ലെങ്കിൽ മാർവലിന്റെ ഒരു കംബാക്ക് ആണ്, അല്ലെങ്കിൽ ആ ഒരു എൻഡ് ഗെയിം സ്പൈഡർമാനൊക്കെ ശേഷം ബോക്സ് ഓഫീസ് അടിച്ചു പൊളിക്കണം, ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ മാറ്റി നിർത്തിയ മൂവിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഈ 2 ക്യാരക്ടേഴ്സിന്റെ ഒരു അഴിഞ്ഞാട്ടെന്ന് വേണമെങ്കിൽ പറയാം. മെയിൻലി എടുത്ത് പറയുകയാണെങ്കിൽ ഡെഡ്പൂൾ മാൻ, പുള്ളിക്കാരന്റെ ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ ഉണ്ടല്ലോ, ഡെഡ്പൂളിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഡെഡ്പൂൾ 1 and 2 കണ്ടതിനേക്കാളും ഒരുപാട് ആ ക്യാരക്ടറിന്റെ സ്വഭാവം വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ കുറച്ചുകൂടി ഡെപ്ത് ആയിട്ടും ഡീറ്റെയിൽ ആയിട്ടും ആ ഒരു ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ എങ്ങനെ പറയാന്ന് വെച്ചാൽ മൂവിയുടെ സ്റ്റാർട്ടിംഗ് ഫ്രെയിം തൊട്ട് ആ ഒരു ലാസ്റ്റ് ഫ്രെയിം വരെ പുള്ളിക്കാരൻ മിണ്ടാതിരിക്കുന്ന ആകെ 2 സീനിലേ ഉള്ളൂ. ഏതൊക്കെ സീനിൽ പുള്ളിക്കാരൻ വായി തുറക്കും അവിടെയൊക്കെ ഒരു കൗണ്ടർ അടിക്കാനായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഫോക്സ് സ്റ്റുഡിയോസ് ആയാലും മാർവൽ ആയാലും വന്നു പോകുന്ന എല്ലാത്തിനും നല്ല രീതിക്ക് തന്നെ ഊക്കി ഇടുന്നുണ്ട്. അങ്ങനത്തെ രീതിയിൽ ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു ആക്ഷൻ ആയാലും ശരി, ആ ഡയലോഗ്സ് ആയാലും പുള്ളിക്കാരന്റെ ഒരു സ്റ്റൈൽ ആയാലും എല്ലാം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടും ഭയങ്കര ഡെപ്ത് ആയിട്ട് നമുക്ക് ഭയങ്കര രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ക്യാരക്ടറിന് ഡെഡ്പൂളിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വൂൾവറിന്റെ കാര്യം പറയുകയാണെങ്കിൽ വൂൾവർ എന്ന് പറയുന്ന ഒരു സീരിയസ് ക്യാരക്ടറാണ്. അത് അതുപോലെ തന്നെ ആ ഒരു സീരിയസ് ഭയങ്കര കോമഡി ഒന്നും അല്ലാതെ ആ ഒരു സീരിയസ് ക്യാരക്ടറിനെ വളരെ നൈസ് ആയിട്ട് തന്നെ ഈ മൂവിയിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു X-97 സ്യൂട്ടും ആ ഒരു സ്യൂട്ടൊക്കെ വെച്ചിട്ടുള്ള ചില സീൻസ് ഒക്കെ ഉണ്ട്, എന്റെ പൊന്നോ പ്യൂർ രോമാഞ്ചിഫിക്കേഷൻ, അമ്മാതിരി കിടിലൻ സീൻസ് ആണ്. ആൻഡ് എസ്പെഷ്യലി എടുത്ത് പറയുന്ന ആക്ഷൻ സീക്വൻസ് ആണ്, ഒരു രക്ഷയില്ലാത്ത ബ്ലഡ് ബാത്ത് സീക്വൻസ് ആണ്. നമ്മൾ മാർവൽ മൂവിയിൽ ഇങ്ങനത്തെ ഒരു ബ്ലഡ് ബാത്ത് ഉള്ള സീക്വൻസ് ഒന്നും അധികം കണ്ടിട്ടില്ല. ചിലപ്പോൾ എവിടെങ്കിലും 2-3 സെക്കൻഡ് വന്ന് അധികമൊന്നും വരാറ് പോലും ഇല്ല. പക്ഷെ ഈ ഒരു മൂവിയുടെ ആക്ഷൻ സീക്വൻസ് ആയാലും ആ ഒരു ബ്ലഡ് ബാത്ത് സീക്വൻസ് ആയാലും എല്ലാം വേറെ ലെവലാണ്. ആ ഒരു മൂവിയുടെ സ്റ്റാർട്ടിങ് തൊട്ട് കാണിക്കുന്ന ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്, അവിടെ നിന്ന് തുടങ്ങും ഫാൻസിന് വേണ്ടിയിട്ടുള്ള ട്രിബ്യൂട്ട്. ആ ഒരു മൂവിയുടെ എൻഡ് വരെ ആ ലെവൽ പിടിച്ച് തന്നെ അവർ പോകുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ 2 ലെജൻഡറി ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്യണം. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ 2 ക്യാരക്ടേഴ്സിനെ മാർവൽ അങ്ങ് അഴിഞ്ഞാടാൻ വിട്ടേക്കാണ്. അത്ര കിടിലായിട്ടാണ് ഇവർ പൊളിച്ചിട്ടുള്ള ഈ സിനിമയിൽ. ആൻഡ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ക്യാമിയോസ് ഉണ്ട്. പറഞ്ഞാൽ സ്പോയിലായിപ്പോൾ, അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല. നമ്മൾ പ്രതീക്ഷ ഒരുപാട് പേര് വരുന്നുണ്ട്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ വരുന്നുണ്ട്. ചിലവരൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ വേറെ ഒരു ക്യാരക്ടറായിട്ടൊക്കെയാണ് വരുന്നത്. അതൊക്കെ കുറച്ച് നൈസ് ആയിരുന്നു. സോ ഒരു ക്യാമിയോസിനെ തട്ടിയിട്ട് നടക്കാൻ പറ്റിയില്ലായിരുന്നു. പക്ഷെ എന്നാലും ആ ഒരു ക്യാമിയോസ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. ഈ മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അല്ലാതെ നമ്മൾ ഇതുവരെ മാർവൽ മൂവീസിൽ കണ്ടതുപോലെ 2 പേര് വരുന്നു, എർത്തിനെ രക്ഷിക്കുന്നു, അല്ലെങ്കിൽ ടിവിനെ രക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഇവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെയൊന്നും അല്ല. ഒരു ചെറിയൊരു പർപ്പസ്, ആ ഒരു പർപ്പസിന് വേണ്ടി ഈ 2 ക്യാരക്ടേഴ്സും കൂടി ചേരുവാണ്, പിന്നീട് നടക്കുന്ന ഒരു പൊളി. അതാണ് സിനിമ. അതായത് സ്റ്റോറിക്ക് വലിയ ഇമ്പോർട്ടൻസ് വേണമെന്നൊന്നും ഒരു കാര്യമില്ല, കാരണം അത്ര ലെവലായിട്ടാണ് ഈ മൂവി അവർ എക്സിക്യൂട്ടീവ് തിരിച്ചിരിക്കുന്നത്. ആ 2 ക്യാരക്ടേഴ്സ് ആയാലും വരുന്ന ക്യാമിയോസ് ആയാലും സിറ്റുവേഷൻസ് ആയാലും ആ 2 ക്യാരക്ടേഴ്സിന്റെ പ്രസന്റേഷൻ ആയാലും എല്ലാം പൊളി എന്നൊക്കെ പറഞ്ഞാൽ മാൻ കിടിലം. നമ്മൾ പണ്ട് തൊട്ടേ കണ്ടു വളർന്ന ഒരുപാട് ക്യാരക്ടേഴ്സും ഒരുപാട് സൂപ്പർ ഹീറോസിനെയൊക്കെ ഈ ഒരു മൂവിയിൽ ടീസ് ചെയ്ത് പോകുന്നുണ്ട്. അതൊന്നും ആരാന്ന് അറിയാത്തവർക്കൊക്കെ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷെ എല്ലാ ക്യാരക്ടേഴ്സിനും അല്ലെങ്കിൽ എല്ലാ മൂവീസിനും എല്ലാം കണ്ടു വളർന്ന നമുക്കെന്ന് പറയുന്നത് ഒരു പക്കാ ട്രീറ്റ് ആണ്. അതായത് നമ്മൾ ഇത്ര വർഷം എന്തിനാണോ വെയിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ആ സിനിമ തിയേറ്ററിൽ പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന എക്സ്പെക്ടേഷൻ എന്താണോ അത് അതുപോലെ തന്നെ ഈ സിനിമയിൽ തരുന്നുണ്ട്. ഒരു സ്ഥലത്ത് പോലും ഒക്കെ ഡൗൺ ആയെന്നും തോന്നിയിട്ടില്ല. അത്ര കിടിലായിട്ടാണ് എൻ്റയർ മൂവി അവർ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു മൂവിയുടെ സ്റ്റോറി മാത്രമേ ഉള്ളൂ ആകെ ഒരു കാര്യം ഓക്കെ ഒരു ബേസ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം സ്റ്റോറി വളരെ സിമ്പിളാണ്, പക്ഷേ സ്റ്റോറിക്ക് ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് ഈ സിനിമയിൽ തോന്നിയിട്ട് പോലുമില്ല. കാരണം ഒരു പക്ക എന്റർടൈൻമെന്റ്, ആ സ്റ്റോറിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അത്ര കിടിലം ഒരു എന്റർടൈൻമെന്റ് സൂപ്പർ ഹീറോ മൂവിയാണ്. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ഊക്ക് എന്ന് പറയുന്ന സാധനത്തിന് ഫേസ് ഉണ്ടെങ്കിൽ അത് ഡെഡ്പൂളാണ്. കാരണം മൂവിയുടെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് സീക്വൻസ് വരെ വന്നവനും പോന്നവനും ഇരുന്നവനും എല്ലാം എടുത്തിട്ട് ഊക്കുന്നുണ്ട്. അത് സ്വന്തം സ്റ്റുഡിയോസ് ആയാലും ശരി, വേറെ സ്റ്റുഡിയോസ് ആയാലും ശരി, വേറെ ക്യാരക്ടേഴ്സ് ആയാലും, വേറെ സൂപ്പർ ഹീറോസ് ആയാലും, ഈവൻ DC-യിൽ ഒരാളെ പോലെ എടുത്തിട്ട് ഊക്കുന്നുണ്ട്. ഊക്കുന്നൊക്കെ പറയുന്നത് എൻ്റെ മോനെ അമ്മാതിരി ഊക്കാണ് പുള്ളിക്കാരൻ ഊക്കണം. അറിയാലോ ഡെഡ്പൂൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്. സോ അതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീം ലെവൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. മെയിൻലി ഫോക്സ് സ്റ്റുഡിയോസ് എന്ത് പാവം ചെയ്തെന്ന് എനിക്ക് അറിയത്തില്ല, എടുത്തിട്ട് വറക്കുന്നുണ്ട്. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഒരു ട്രിബ്യൂട്ടും കൂടി ആർക്ക്, ഫോക്സിന്. അതായത് കൊന്നിട്ട് നെഞ്ചത്ത് റീത്ത് വയ്ക്കത്തില്ല, അതുമാതിരി. എന്നാലും അതൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. അതൊരു ഭയങ്കര നൊസ്റ്റാലജി
നൊസ്റ്റാലജി ആയിട്ടുള്ള ഒരു സീക്വൻസ് ഉണ്ട്. അതായത് സിനിമയുടെ എൻ ക്രെഡിറ്റ്സിലൊക്കെ കഴിഞ്ഞിട്ട് ഒരു പഴയ ഒരു വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട്. ലൈക്ക് സ്പോയിലേഴ്സ് ഒന്നും അല്ല, ജസ്റ്റ് ഒരു മേക്കിംഗ് വീഡിയോ സംഭവം കാണിക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഭയങ്കര നൊസ്റ്റാലജി ആയിരുന്നു. ഈ ഒരു മൂവി നിങ്ങൾ തിയേറ്ററിൽ കാണാൻ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഒരു എക്സ്പെക്ടേഷൻ എന്താണോ, അല്ലെങ്കിൽ ഈ രണ്ട് എപ്പിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ ഒരു മൂവിയിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ച സിനിമ തിയേറ്ററിൽ പോകണം, അത് നിങ്ങൾക്ക് കിട്ടും. അത് ഷുവറാണ്. അല്ലാതെ MCUവിന്റെ ഒരു കംബാക്ക് ആണ്, അല്ലെങ്കിൽ ഇതിനെ വെച്ചിട്ടാണ് ഇനി MCUവിൽ എല്ലാ മൂവ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു സീക്രട്ട് ബോസ് ആയാലും, അല്ലെങ്കിൽ MCUവിന്റെ ഫ്യൂച്ചർ തന്നെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ച് തിയേറ്ററിൽ പോകണം ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ കണ്ടിട്ട്, ആ ഒരു ഔട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ സിനിമയിൽ നിന്ന് കിട്ടുന്നുണ്ട്. എ പ്യുവർ ട്രീറ്റ് ഫോർ ഫാൻസ്. അതിന്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം, മൂവിയുടെ ട്രെയിലറും ടീസറും അല്ലെങ്കിൽ റീസെന്റ് വന്ന ഒരു റിലീസിന് 2 ദിവസം മുമ്പുള്ള ട്രെയിലറെ കണ്ടിട്ട് എല്ലാവരും പറഞ്ഞായിരുന്നു, ഓക്കെ എൻ്റെ ഒരു മൂവി ഇതിലുണ്ടല്ലോ, ഇനി എന്താണ് തിയേറ്ററിൽ കാണാൻ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവർ സ്പോയിൽ ചെയ്യുന്നുണ്ട്, ഒരുപാട് ക്യാമിയോസിനെ കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒന്നുമല്ല. അതുകൊണ്ടാണ് അവരത് പച്ചക്കെടുത്ത് കാണിച്ചിരിക്കുന്നത്. ഈ ട്രെയിലറിലും ടീസറിലൊക്കെ നമ്മൾ കണ്ട സീക്വൻസും ക്യാമിയോസും ഒന്നുമല്ല എന്ന് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അമ്മാതിരി ലെവൽ ഓഫ് ക്യാമിയോസും അമ്മാതിരി ലെവൽ ഓഫ് ഐറ്റമാണ് ഈ മൂവിയിൽ അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ക്യാമിയോസ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ സിമ്പിളായിട്ട് പറയാം, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ക്യാരക്ടേഴ്സ് വരും, എണീറ്റ് ഇത് ക്ലാപ്പ് അടിക്കും. അമ്മാതിരി ലെവൽ ഓഫ് ക്യാരക്ടറാണ്. വൺ ഓഫ് ദ എപ്പിക് അല്ലെങ്കിൽ ലെജൻഡറി അല്ലെങ്കിൽ അതൊക്കെ മേലെ എന്നൊക്കെ പറയാൻ പറ്റുന്ന നമ്മൾ കണ്ടു വളർന്ന കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. സോ അതൊക്കെ നിങ്ങൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലും ആ ഒരു രോമാഞ്ചം ഉണ്ടല്ലോ പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു എൻ്റയർ മൂവിയിൽ നമ്മൾ പ്രതീക്ഷ കുറച്ച് ക്യാരക്ടേഴ്സിനെയും ക്യാമിയോസിനെയൊക്കെ കൊണ്ടുവരാൻ പറ്റിയ ഒരുപാട് സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒന്നും അവർ കൊണ്ടുവന്നിട്ടില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോനെ, എൻ്റെ തിയേറ്ററൊക്കെ നിന്ന് കത്തു എന്ന് പറയുന്ന ഒരു ഫീലില്ല, അത് കിട്ടിയനെ. നമ്മൾ ഒരുപാട് പ്രതീക്ഷ ഒരു ക്യാരക്ടർ ഉണ്ട്, ഞാൻ വിചാരിച്ചു ഓക്കെ ഇപ്പോൾ വരും, അത് വന്നില്ല. ആ ഒരു ക്യാരക്ടറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സീനായിരുന്നേനെ. മാർവലിലെ ആ ഒരു വമ്പൻ കംബാക്കോ അല്ലെങ്കിൽ മാർവലിലെ ആ ഒരു എൻ ഗെയിം സ്പൈഡർമാനിലൊക്കെ നിന്നുപോയ ഒരു ബോക്സ് ഓഫീസ് കളക്ഷനൊക്കെ ഈ ഒരു മൂവിയോടെ തിരിച്ചു വരും. അത് തീർച്ചയാണ്. കാരണം അമ്മാതിരി ലെവലായിട്ടാണ് ഈ ഒരു മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഒരു സ്പോയിലേഴ്സും ഇല്ലാതെ പോയി കണ്ടു നോക്കുവാണെങ്കിൽ ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. സോ സിമ്പിളായിട്ട് പറയുന്നത്, നമ്മൾ ഇത്ര വർഷം എന്തിനു വേണ്ടി കാത്തിരുന്നു, അത് തന്നെയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ഒരു 2.5 മണിക്കൂർ തിയേറ്ററിൽ പോയി അടിച്ചു പൊളിക്കണോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 ലെജൻഡറി ക്യാരക്ടേഴ്സ്, പിന്നീട് വരുന്ന ഒരുപാട് ക്യാമിയോസ്, അവരുടെ ആക്ഷൻ സീക്വൻസ്, ജസ്റ്റ് ഒരു 2.5 മണിക്കൂർ വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആണോ നിങ്ങൾക്ക് വേണ്ടത്, ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി. ഞാൻ ഷുവറായിട്ട് പറയാം, വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ മൂവി തരും. അതിപ്പോൾ ആക്ഷൻ ആയാലും കോമഡി ആയാലും ക്യാമിയോസ് ആയാലും നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഈ സിനിമയിലുണ്ട്. ഒരു എൻ ക്രെഡിറ്റ്സ് വരുന്നുണ്ട്, അത് ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു മൂവിയിലൊക്കെ ഈ ഒരു ക്യാരക്ടേഴ്സിന്റെയും ഈ സിറ്റുവേഷനൊക്കെ വെച്ച് അവർ കണ്ടിന്യൂ ചെയ്യണമെന്നൊന്നും അവർ പറയുന്നില്ല. പക്ഷേ ആ ഒരു 2.5 മണിക്കൂറിൽ ഈ ഒരു മൂവി അല്ലെങ്കിൽ ഈ 2 ക്യാരക്ടേഴ്സിനെ അവർ എന്തിനാണോ കൊണ്ടുവന്നിട്ടുള്ള അത് അടിപൊളിയായിട്ട് തന്നെ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട് തന്നെ അവർ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എന്തായാലും കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.